ദുരന്തം എന്ന് വെച്ചാൽ വൻ ദുരന്തം. ഞങ്ങളുടെ ട്രാവൽ കാർഡ് യൂസ് ചെയ്ത് ജർമ്മനിയുടെ ലോക്കൽ ട്രെയിനിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ 427 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങളെ കാത്ത് ഇത്രയധികം പ്രശ്നങ്ങളാണ് ഇരിക്കുന്നതെന്ന്. 10 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഞങ്ങൾ എത്തിയത് 18 മണിക്കൂർ എടുത്തിട്ടാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് കുറേ ട്രെയിൻ മാറിക്കയറാനുണ്ട്. അതിൽ കുറേ ട്രെയിനൊക്കെ മിസ്സായി ഞങ്ങൾ പിന്നെയും കാത്തു നിന്നിട്ടൊക്കെയാണ് വേറെ ട്രെയിൻ കയറിയത്. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ഞങ്ങളുടെ ട്രെയിൻ വൻ ലേറ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾക്ക് കിട്ടാൻ പോണ പോസ്റ്റ് 3.5 മണിക്കൂറാണ്. അതാലോചിച്ചിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഈ 3.5 മണിക്കൂർ എങ്ങനെ അവിടെ തള്ളി നിൽക്കുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ വേറൊരു അവതാരം വന്ന് പ്രത്യക്ഷപ്പെട്ടത്. അയാൾ വന്ന് ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുകയും ഞങ്ങൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആവുന്ന രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചപ്പോൾ അയാൾ അവിടെ ഇരിപ്പായി. ലാസ്റ്റ് ഞങ്ങൾ പോലീസിനോട് പറയുന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഇവിടുത്തെ പോലീസുകാർ വിചാരിച്ചാലോ ഞങ്ങളുടെ ഡാഡി വിചാരിച്ചാലോ അയാൾ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ലാസ്റ്റ് ഞങ്ങൾ ശരിക്കും പോലീസുകാരോട് കാര്യം പറഞ്ഞാൽ അവർ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ട്രെയിൻ ക്യാൻസലായിട്ട് അതിന് പകരം ഒരു ബസ്സാട്ടോ വന്നത്. അപ്പോൾ ഒരു ട്രെയിനിൽ കൊള്ളേണ്ട ആൾക്കാർ മൊത്തം ഒരു ബസ്സിൽ കുത്തി നിറച്ചാണ് കൊണ്ടുപോയത്. ആ ബസ്സിന്റെ ഡ്രൈവർക്കാണ് ഈ വണ്ടി ഓടിക്കാനും അറിയില്ല. അയാൾ ലോകത്ത് മൊത്തം ഇടിച്ചിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബസ് പഞ്ചറല്ല, ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് അയാൾ 2-3 സ്ഥലത്ത് വണ്ടി കൊണ്ടുപോയി ഇടിച്ച്. പോരാത്തതിന് വഴി തെറ്റി പോയിട്ട് ഒരു മണ്ണും വഴി കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങള് റിവേഴ്സ് എടുത്തിട്ടാണ് പോണത്, തിരിക്കാൻ പറ്റാത്തോടത്ത് കൊണ്ടുപോയിട്ട്. അങ്ങനെ എന്തൊക്കെ കാണിച്ച് ലോകത്തുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വഴിയിൽ നിൽക്കാം. ട്രെയിൻ മിസ്സായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിലും നട്ടപ്പാതിരാക്ക് നടുറോട്ടിൽ നിന്ന് ഇങ്ങനെ വിഷമിക്കേണ്ടി വരുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി. അതെങ്ങനെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പട്ടി പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ബാക്കിയുള്ള നമ്മുടെ ട്രാവൽ വീഡിയോസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.